ഓക്കെ, കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. സോ കഴിഞ്ഞ വീഡിയോ 32ാമത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂ മീൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കാണ്. സോ ന്യൂ മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to 9 എക്സ് ഡിവൈഡഡ് ബൈ 9 എന്ന് പറയാം. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to 9 എക്സ് എന്ന് പറയുമ്പോൾ ന്യൂ മീൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ അത്രയും 50 ആണെന്ന് അറിയാം. സോ 50 ഇൻറ്റു 9 നമ്മൾ ചെയ്യാണ്. അപ്പോൾ റിസൾട്ട് എത്ര വരും? 4500 എന്ന് വരും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്ക്ലൂഡഡ് നമ്പർ എന്ന് പറയുകയാണെങ്കിൽ എത്ര ആയിട്ട് വരും? 550 മൈനസ് 450 ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ് വരിക? 100 എന്ന് പറയുന്ന റിസൾട്ടാണ് വരിക. അതാണ് 32ാമത്തെ ആൻസർ. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് എത്രയാണ്? 33ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ 33ാമത്തെ പ്രോബ്ലം നോക്കാം. 33ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ 50 ആണ്. മീനിൻ്റെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ അത് 80.4 ആണ്. സോ അങ്ങനെയാണെങ്കിൽ മീൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയാം. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുമ്പോൾ 80.4 ആണ്. സോ 80.4 ഇൻറ്റു സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ 50. സോ അങ്ങനെയാണെങ്കിൽ സിഗ്മ എക്സ് ഐ ഈസ് ഈക്വൽ ടു 80.4 ഇൻറ്റു 50 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് 40/20 എന്ന് വരും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് വാല്യൂ ഓഫ് സിഗ്മ എക്സ് ഐ എന്ന് പറയുകയാണെങ്കിൽ അത് 40/20 മൈനസ് 69 പ്ലസ് 96 ഈക്വൽ ടു 47 എന്ന് പറയുന്ന റിസൾട്ട് നമുക്കവിടെ ലഭിക്കുകയാണ് ചെയ്യുക. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എന്താ കണ്ടെത്തേണ്ടത്? കറക്റ്റ് മീനാണ് കണ്ടെത്തേണ്ടത്. സോ കറക്റ്റ് മീൻ ഈസ് ഈക്വൽ ടു കറക്റ്റ് വാല്യൂ ഓഫ് സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ എന്ന് വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരും? 47 ഡിവൈഡഡ് ബൈ 50 ഈസ് ഈക്വൽ ടു 80.94 എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും നമുക്കവിടെ ലഭിക്കുക. ഇനി നമുക്കിതിൽ വരുന്ന 34ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം. 34ാമത്തെ പ്രോബ്ലം അനുസരിച്ചിട്ട് തന്നിട്ടുള്ള ടേംസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ 6, 14, ദെൻ 15, 17, എക്സ് പ്ലസ് 1, 2x മൈനസ് 13, ദെൻ 30, 32, 34, 43. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. 10 എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? ഈവൺ നമ്പറാണ് അല്ലേ? സോ ഈവൺ നമ്പറാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മീഡിയൻ കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? n/2th ഒബ്സർവേഷൻ പ്ലസ് n/2 പ്ലസ് 1th ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. അപ്പോൾ നമുക്ക് 10/2th ഒബ്സർവേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? 5th ഒബ്സർവേഷൻ. ദെൻ 10/2 എന്ന് പറയുമ്പോൾ 5, 5 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 6th ഒബ്സർവേഷൻ. ദെൻ ഡിവൈഡഡ് ബൈ 2 എന്നായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ മീഡിയൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 24 ഈക്വൽ ടു 5th ഒബ്സർവേഷൻ. 1, 2, 3, 4, 5. അതെത്രയാണ്? എക്സ് പ്ലസ് 1. 6th ഒബ്സർവേഷൻ 1, 2, 3, 4, 5, 6 എന്ന് പറയുകയാണെങ്കിൽ അത് 2x മൈനസ് 13 ഡിവൈഡഡ് ബൈ 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 20 എന്ന് പറയുന്ന റിസൾട്ട് നമുക്ക് അവിടെ ലഭിക്കുകയാണ് ചെയ്യുക. പ്രോബ്ലം ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.